പോക്കോയുടെ M8 ഇതിൻ്റെ ബേസ് മോഡലിന് വില വരുന്നത് 18,000 രൂപയാണ്. ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു 2 മാസം മുമ്പ് 3 മാസം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം 15,000 അല്ലെ 16,000 അത്രയും വിലയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇതിൻ്റെ സ്പെക്ക് വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ നേരത്തെ ഒരു 10,000-നും 20,000-നും ഇടയ്ക്ക് വാങ്ങിയിരുന്ന ഫോണുകൾക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 3,000 രൂപ വരെ കൂടിയിട്ടുണ്ട്. 19,000 20,000 ഉണ്ടായിരുന്ന ഫോണൊക്കെ 20,000 22,000 23,000 റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. എല്ലാ ഫോണുകൾക്കും മിനിമം 2,000 തൊട്ട് 3,000 രൂപയെങ്കിലും പ്രൈസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 20,000 താഴെയുള്ള നേരത്തെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഫോണുകളായിട്ടൊന്നും കമ്പയർ ചെയ്ത് നിൽക്കണ്ട. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ഫോണുകൾക്കും 20,000 താഴെ വരുന്ന ഫോണുകളൊക്കെ ഏകദേശം ഈ സെയിം സ്പെക്കിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണുകളുടെ വില കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ കാണാവുള്ളൂ. നേരത്തെ നമ്മളിട്ട വീഡിയോസ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇപ്പോൾ നമുക്ക് ഈ ഫോണിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലാണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. ഏതാണ്ട് 178-180 ഗ്രാമിൽ താഴെ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 7.35 mm തിക്നെസ്സും വരുന്നുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. നമുക്ക് ഈ ഫോൺ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണ്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. IP66 വരുന്നുണ്ട്. ഫോൺ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ കുറച്ച് സ്ലിപ്പറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കവർ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ കവർ ഇട്ട് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ താഴെ വീണ പണി കിട്ടും എന്ന് പറയാൻ കാര്യം ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കർവ്ഡ് ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. വെയിലത്തൊക്കെ യൂസ് ചെയ്താലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ താഴെ വീണിട്ടുണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഫോണിൻ്റെ പൈസ തന്നെയാവും. അതുകൊണ്ട് തന്നെ കവർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ ഡിസ്പ്ലേ ആണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാൻ നല്ല സ്റ്റൈലിഷ് ലുക്കാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേ തരുന്ന ഫോണുകൾ കുറവാണെന്ന് തന്നെ പറയാം. ഫോണിൻ്റെ ബാറ്ററി വരുന്നത് 5520 mAh ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5000-5200 mAh എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണെന്ന് പറയാം. വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ എല്ലാ ഫോണുകളും 7000 mAh 10,000 mAh ഫോണൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ബാറ്ററി കുറച്ച് കുറവാണെന്ന് പറയാം. പക്ഷേ എൻ്റെ യൂസേജിൽ സിംഗിൾ ഡേ എനിക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ നല്ല ഗെയിം കളിക്കുന്ന ആളാണ്, അത്യാവശ്യം നല്ല ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ദിവസത്തിൽ 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഫോണിൽ വരുന്നത്. 18 വാട്ടിൻ്റെ വയേർഡ് റിവേഴ്സ് ചാർജിങ്ങും വരുന്നുണ്ട്. ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റുള്ള ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സൗണ്ട് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ അത്ര ലൗഡായിട്ടുള്ള സൗണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. LPDDR4X റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു 18,000 പ്രൈസ് റേഞ്ചിലൊക്കെ UFS 3.1 കിട്ടേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ UFS 2.2 ഒക്കെ മാക്സിമം കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ലാത്ത പ്രോസറാണെന്ന് പറയാം. പക്ഷേ അത്യാവശ്യം ഗെയിം കളിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ ഫോൺ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇട്ടിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഗെയിം കളിക്കുന്ന ആളാണ്, നിങ്ങളുടെ ഉദ്ദേശം ഗെയിമിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾ നോർമൽ യൂസറാണ്, അത്യാവശ്യം കാഷ്വലായിട്ട് ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസറാണ്. മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊന്നും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില സമയത്തൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്പ് ഡ്രോവറൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഫോൺ വാം ആവുന്നുണ്ട്. അത് ഈ ഒരു ഫോൺ മാത്രമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 25,000 താഴെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് വാം ആവും. ഇനി അടുത്തത് ക്യാമറയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടോ എന്ത് തോന്നും? ഇത് ക്യാമറയുടെ ഒരു മോഡ്യൂളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ 4 ക്യാമറ ഉണ്ടെന്നല്ലേ നിങ്ങൾക്ക് തോന്നുള്ളൂ. മിനിമം ഒരു 3 ക്യാമറകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യൂല കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് നമുക്ക് 2 ക്യാമറയാണ് വരുന്നത്. 50 MP മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 2 MP ഒരു ഡെപ്ത് സെൻസർ. ഈ 2 MP എന്ന് പറയുന്നത് തന്നെ കോമഡിയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 50 MP മെയിൻ ക്യാമറ നോക്കിയാൽ മതി. ക്യാമറ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയുള്ളൂ. നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം നോർമലായിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വെട്ടമുള്ള സാഹചര്യത്തിലൊക്കെ നല്ല ഫോട്ടോസാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ വെട്ടം കുറഞ്ഞ സാഹചര്യത്തിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ അല്ലെങ്കിൽ സന്ധ്യ മയങ്ങിയ നേരത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പം അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. ചില സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ്, ഡെപ്ത് സെൻസറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പോർട്രേറ്റ് ഫോട്ടോസ് വളരെ ശോകമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നോർമൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് വെട്ടമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ മെയിൻ സെൻസറിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് എന്ന് പറയാം. എനിക്കറിയാൻ പാടുള്ളൊരു കാര്യം, എന്തിനാണ് ഈ ഗിമിക്ക് കാണിക്കുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്? ഒരു ക്യാമറ ഉള്ളെങ്കിൽ ഞങ്ങൾക്ക് ഒരു ക്യാമറ ഉള്ളതെന്ന് പറഞ്ഞ് മാന്യമായിട്ട് കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ ഇപ്പോൾ ഡെപ്ത് സെൻസർ കൊടുത്തിട്ടുണ്ട്, 2 ക്യാമറ, ഒരു ഡിസൈൻ കൊടുത്താൽ മതി. ഇതിപ്പം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 4 ക്യാമറ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് കൊടുക്കുന്നതാണ്.
അത് കണ്ടിട്ട് മേടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പം ഫോൺ വാങ്ങുന്ന സമയത്ത് ബാക്കിൽ 4 ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാരും ഉണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാരെ നോട്ടയിട്ടിട്ടായിരിക്കും മേ ബി അവർ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ മോശമാണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ സെൽഫി ക്യാമറ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 20 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. അതിലെടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ സെൽഫി ആയിക്കോട്ടെ, രണ്ടും മികച്ചതാണ്. അത്യാവശ്യം വെട്ടം കുറഞ്ഞ സാഹചര്യത്തിലാണെങ്കിലും വെട്ടമുള്ള സാഹചര്യത്തിലാണെങ്കിലും നല്ല ഫോട്ടോസ് നമുക്ക് സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ UI ആണ്. വേറെ ഒന്നുമില്ല, ഹൈപ്പർ വോയിസിലാണ് ഫോൺ വരുന്നത്. പക്ഷേ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കാത്തതായിക്കോട്ടെ ഉപയോഗിക്കാത്തതായിക്കോട്ടെ എല്ലാ ആപ്ലിക്കേഷനും കുത്തിക്കയറ്റിയിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ. ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ലാഗ് അനുഭവപ്പെടും. അതായത് അവിടെ ഇവിടെ ക്രാഷും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അത് ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് പോകും. ഫോൺ ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ ലാഗാണ് ഫീൽ ചെയ്യുന്നത്. ആ ലാഗിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ അനാവശ്യമായിട്ട് ഇതിൽ കയറ്റിയിട്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിൽ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തപ്പോഴാണ് അത്യാവശ്യം ലാഗ് ഇല്ലാണ്ടൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റിയത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പോക്കോ പറയുന്നുണ്ട്. എത്രമാത്രം പോക്കോ അത് തരും എന്നുള്ളവരറിയില്ല. തരുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നേരത്തെ പോക്കോയെ കാണുന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ പറയും എന്നല്ലാണ്ട് തരാറില്ല. ഇനി ഒരു കൺക്ലൂഷനായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 രൂപയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ഡിസ്പ്ലേ ഉള്ള, നല്ല സൂപ്പർ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്ന, നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ, നല്ല സ്ലിം ആയിട്ടുള്ള, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം ക്യാമറയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഫോൺ ഒഴിവാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. ഇനി ഇതിനേക്കാൾ മികച്ച ഫോണുകൾ ഈ ഒരു പ്രൈസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 20,000 താഴെ നമുക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച ഫോൺ എന്ന് പറയുന്നത് iQന്റെ Z10R എന്ന് പറഞ്ഞ ഫോണാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ട് 20,000 മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്നിരുന്നാലും ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 20,000 താഴെ ഇത് വാങ്ങാൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഫോൺ എന്ന് പറയുന്നത് iQന്റെ Z10R എന്നുള്ളതാണ്. 20,000 ബഡ്ജറ്റിൽ നിങ്ങൾ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോക്കോയുടെ ഫോൺ വാങ്ങുമോ അതോ ഞാൻ ഈ പറഞ്ഞ മറ്റുള്ള ഫോണുകൾ ഏതെങ്കിലും കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.